അഡ്വക്കേറ്റ് രാജ എം.എൽ.എ. ദേവികുളം തഹസിൽദാർ ഓഫീസിന് മുമ്പിൽ നടത്തിയ സമരം തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുള്ള നാടകമാണെന്ന യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വിമർശനത്തിന് മറുപടിയുമായി എ. രാജ എം.എൽ.എ. രംഗത്ത്. വിമർശനം നടത്തിയ യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി കെ. കൃഷ്ണമൂർത്തിക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടാകുമെന്നും ആ ആഗ്രഹങ്ങളൊന്നും തന്നെക്കൊണ്ട് സാധിച്ചു കൊടുക്കാൻ കഴിയില്ലെന്നും എം.എൽ.എ. പറഞ്ഞു. NOC-യുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇടത് സർക്കാരിന്റെ തലയിൽ വെച്ച് കെട്ടണ്ടെന്നും സർക്കാർ തീരുമാനം അട്ടിമറിക്കാനുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ തന്റെ സമരം തുടരുമെന്നും എം.എൽ.എ. വ്യക്തമാക്കി. ദേവികുളം താലൂക്ക് ഓഫീസിൽ എം.എൽ.എ. സമരം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇന്നലെ കൃഷ്ണമൂർത്തി നടത്തിയ ഒരു പ്രസ്താവന, കൃഷ്ണമൂർത്തിക്ക് പല ആഗ്രഹങ്ങളുണ്ടാകും. ആ ആഗ്രഹങ്ങളൊന്നും തൽക്കാലത്തേക്ക് എന്നെ കൊണ്ട് സഹായിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് കോൺഗ്രസ് പാർട്ടി തന്നെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. എം.എൽ.എ. കഴിഞ്ഞ ദിവസം സമരം ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ മേഖലയിൽ 2010 വണ്ടർ ലൈഫ് എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി സംഘടന ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുക്കുന്നു. മൂന്നാറടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ നിലയിലുള്ള കെട്ടിടങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇത് പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് കണ്ടുകൊണ്ട് അന്ന് 8 വില്ലേജല്ല 3 ഏരിയയിൽ കെട്ടിടം പണിയണമെന്നുണ്ടെങ്കിൽ NOC നിർബന്ധമാക്കി. പിന്നീട് ഈ 8 വില്ലേജുകളായി ഡിഫൈൻ ചെയ്തത് അതിനുശേഷമാണ്. പക്ഷെ ഇപ്പോൾ പല ആളുകളും പറയുന്നത് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ഇങ്ങനെ കെട്ടിട നിർമ്മിക്കുന്നതിന് നിയന്ത്രണം വച്ചിട്ടുള്ളത്. പക്ഷെ 2010 ഹൈക്കോടതി വിധിയെ തുടർന്ന് ഇത് നടപ്പിലാക്കുന്നതും പിന്നീട് ഈ വില്ലേജുകൾ നിശ്ചയിക്കുന്നതുമെല്ലാം കോൺഗ്രസ് കേരളം ഭരിച്ചിരുന്ന സമയത്താണ്. ഞങ്ങൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നിരിക്കുന്നത്.